നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ ഇക്കുറി വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു തർക്കം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി 6 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ഭൂരിപക്ഷത്തിന് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്ലെയിം ഇപ്പോൾ ഇല്ല. UDF 4 ലക്ഷം എന്ന തരത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നതാണ്. കാരണം 8% കുറവ് പോളിംഗിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് LDF പറയുന്നത് അവരുടെ വോട്ടുകളെല്ലാം കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ UDF പറയുന്നത് അങ്ങനെയല്ല, LDFന്റെ വോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം. എനിക്ക് തോന്നുന്നത് അനുജ, ഈ വയനാട്ടിലെ സംബന്ധിച്ച് ഈ രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ അവരുടെ ജനപ്രിയത അളക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം വെച്ചാൽ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പാണ്, മാത്രമല്ല കംപ്ലീറ്റ് മിഷനറി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു വിഷയം കൂടിയാകും ഭൂരിപക്ഷം കുറയുന്നതും അതേപോലെ തന്നെ ഈ പോളിംഗ് ശതമാനം കുറയുന്നതിനുമൊക്കെ. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു കുറവ് പോളിംഗിൽ ഉണ്ടായത് എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ആളുകൾക്ക് അതിലുണ്ടായ ഒരു തുടർച്ചയായി വന്ന തെരഞ്ഞെടുപ്പിൽ ആളുകൾക്കുണ്ടായ ഒരു അതൃപ്തിയാണോ, അതോ അവിടെ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണോ, ഇങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരവും കണ്ടെത്തേണ്ടതുണ്ട്. അതൊരു വിജയൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഇന്നാക്റ്റീവ് MP ആണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ വയനാട്ടിലെ ജനങ്ങളെ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വയനാട്ടിലെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, അത് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. രാത്രിയാത്രാ നിരോധനം, വന്യമൃഗശല്യം, പ്രിയങ്ക ഗാന്ധി വന്ന് സംസാരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എന്റെ സഹോദരൻ പറഞ്ഞെനിക്കറിയാം എന്നാണ് പറയുന്നത്. പക്ഷേ അത്രയും കാലം MP ആയിരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഒരുപക്ഷെ അതായിരിക്കാം ഈ വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ അതിന് പ്രതിഫലിച്ചിട്ടുണ്ടാവും. ഏതായാലും സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത് നമ്മളോടൊപ്പം ചേരുന്നത് SKMJ സ്കൂളിലാണ്. അവിടെ അതൊരു വോട്ടെണ്ണൽ കേന്ദ്രമാണ്. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോകാം. സുർജിത്ത്, ഇനിയിപ്പോൾ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നതിലാണ് അവർ ആകാംക്ഷയോടുകൂടി കണ്ണും നട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സുർജിത്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വയനാട്ടിൽ ഇക്കുറി ചർച്ചയായി? പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ചരിത്ര ഭൂരിപക്ഷം സമ്മാനിക്കും എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു ജനവിധി ആയിരിക്കുമോ വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ? ഗോപി, ഈ പാലക്കാടിന്റെയും ഒപ്പം തന്നെ ചേലക്കരയുടെയും ഒരു ഉദ്വേഗം ഈ വയനാടിനെ സംബന്ധിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം അത് ഈസി വാക്ക് ഓവർ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. അതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല. രാഷ്ട്രീയമായ പൊതുവിലയിരുത്തലിന് പോലും അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ മെജോറിറ്റി സംബന്ധിച്ചുള്ള ഒരു ചർച്ച മാത്രമാണ് നടക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തിയ ഘട്ടത്തിൽ 5 മുതൽ 6 ലക്ഷം വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF ഉയർത്തിക്കൊണ്ടുവന്നത്. പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF ക്യാമ്പ് അല്പസമയം മ്ലാനമായിരുന്നു. കാരണം ശതമാനത്തിൽ വലിയ രീതിയിലുള്ളൊരു കുറവ്, 8.5% വോട്ടുകളുടെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ. സ്വാഭാവികമായും അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ആരുടെ വോട്ടുകളെയാണ് സ്വാധീനിക്കാൻ സാധ്യത, അതിൽ UDF വോട്ടുകളും ഉൾപ്പെടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ വോട്ടുകൾ ഉണ്ടാകുമെന്നുള്ള ആ ക്ലെയിം പൂർണ്ണമായും അതിൽ നിന്ന് UDF നേതൃത്വം പിന്മാറിയിട്ടുണ്ട്. കാരണം അത് 4 ലക്ഷം വരെ വോട്ടുകൾ നേടാം, ഭൂരിപക്ഷം ഉണ്ടാകാം എന്നുള്ള തരത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ UDF പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അത് നഷ്ടം വന്നിട്ടുള്ളത് LDFനും NDAക്കുമാണ്. അവരുടെ വോട്ടുകളിലാണ് വിള്ളലുണ്ടായിട്ടുള്ളത്, അവരുടെ വോട്ടുകളിലാണ് കുറവുണ്ടായിട്ടുള്ളത് എന്നുള്ള അത് സമർത്ഥിക്കുന്നുണ്ട് ഈ UDF കേന്ദ്രങ്ങൾ എന്നുള്ളതാണ്. നേതാക്കളോട് നമ്മൾ വിശദമായി സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്നത്, അവർ നേരത്തെ പറഞ്ഞ ഈ 5 മുതൽ 6 ലക്ഷം വരെയുള്ള ആ ഒരു അവകാശവാദം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടെ 2019 മത്സരിക്കാനെത്തിയ ഘട്ടം എന്ന് പറയുന്നത് ശക്തമായ രാഷ്ട്രീയ മത്സരം, അത് ഒരുപക്ഷെ പ്രധാനമന്ത്രി പ്രതീതി പോലും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്. അതിനനുകൂലമായ ഒരു ജനവിധി വയനാട്ടിലും സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഇത്രയ്ക്കധികം മെജോറിറ്റി, 4,24,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. പിന്നീട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കുറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് 3.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ആ ഒരു ഭൂരിപക്ഷം എന്നുള്ള തരത്തിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ കാണാൻ കഴിഞ്ഞത്. അത് 58,000-ത്തോളം വോട്ടുകളുടെ കുറവ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണ അത് പ്രിയങ്ക ഗാന്ധിയുടെ അതൊരു മികച്ച മെജോറിറ്റിയിലേക്ക്, അതിനേക്കാൾ മികച്ച മെജോറിറ്റിയിലേക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. പക്ഷേ ആ ഒരു വാദം നിലനിൽക്കുന്ന തരത്തിലാകില്ല ഒരുപക്ഷെ ജനവിധി എന്ന് കരുതേണ്ടി വരും. കാരണം ആരുടെ വോട്ടുകളിലാണ് വിള്ളൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം തുടക്കത്തിൽ തന്നെ വളരെ വൈകാരികമായ പ്രസംഗമായിരുന്നു ഇവിടെ പ്രിയങ്ക ഗാന്ധി നടത്തിയത്.
പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ പ്രചാരണം നടത്തിയതിനേക്കാൾ അധിക സമയം പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും അവർ പര്യടനം നടത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ അവർ ഊന്നി പറഞ്ഞിരുന്നത് അല്പം പ്രാദേശിക വിഷയങ്ങൾ, അതിനപ്പുറത്തേക്ക് ചില വൈകാരികമായ വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അത് LDF ഉൾപ്പെടെ ആ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. വൈകാരിക പ്രസംഗമല്ല, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് പ്രതിഫലിപ്പിക്കേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ LDF പ്രചാരണ ഘട്ടത്തിലെല്ലാം തന്നെ ഉടനീളം ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2009 ഈ മണ്ഡലം രൂപീകൃതമായ ശേഷം എന്നും UDF-നെ തുണച്ചിട്ടുള്ള മണ്ഡലം തന്നെയാണ്. 2 തവണ MA ഷാനവാസ്, 2 തവണ രാഹുൽ ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി. ഒരുപക്ഷെ കന്നിയംഗം എന്നുള്ള നിലയിൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം നൽകാൻ കഴിയും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നത്. 50,000-ഓളം വോട്ടുകളുടെ കുറവ് NDAയ്ക്കും അതോടൊപ്പം തന്നെ LDF-നും ഉണ്ടായേക്കാം എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ അത് ചർച്ചയായി തന്നെ അന്തരീക്ഷത്തിലുണ്ട്. 8 മണിയോടുകൂടിയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. SKMJ സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. SKMJ സ്കൂളിൽ 3 കേന്ദ്രങ്ങളാണ്, അതായത് 3 മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. കൽപ്പറ്റയും മാനന്തവാടിയും അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് ഇവിടെ എണ്ണുക. 11,000-ലധികം പോസ്റ്റൽ വോട്ടുകൾ മൊത്തമുണ്ട്. ആദ്യ ഫലസൂചനകൾ 8:10 തന്നെ ലഭ്യമാവുകയും ചെയ്യും. താഴെ ഏറനാടും വണ്ടൂരും നിലമ്പൂരും അമൽ കോളേജിലാണ് എണ്ണുന്നത്. അതോടൊപ്പം കൂടത്തായി സെന്റ് മേരീസ് കോളേജിലാണ് തിരുവമ്പാടി മണ്ഡലത്തിന്റെ വോട്ടുകൾ എണ്ണുന്നത്. ആദ്യത്തെ 10 മിനിറ്റിനകം തന്നെ ആദ്യത്തെ ഫലസൂചനകൾ ലഭ്യമാകും. ഈ ഇലക്ട്രൽ വോട്ടുകളൊപ്പം തന്നെ ഈ പോസ്റ്റൽ വോട്ടുകളും 11,000-ഓളം വരും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ കണക്ക്. എന്തായാലും ഏതായാലും 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആദ്യ ഫല സൂചനകൾ വന്നു തുടങ്ങും. വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ ഇക്കുറി നടക്കുന്ന മത്സരത്തിന്റെ സവിശേഷത എത്രത്തോളം പ്രിയങ്ക ഗാന്ധി എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും വയനാട്ടിൽ ജയിച്ചു കയറാൻ പോകുന്നത് എന്നതാണ്. വയനാട്ടിലെ പോളിംഗ് ശതമാനം കുറയാനുണ്ടായ സാഹചര്യത്തിലേക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അതുകൂടി പരിശോധിക്കുമെന്ന് നമുക്ക് കരുതാം. സുർജിത്ത് അയ്യപ്പത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.